ധൈര്യം ഉണ്ടെങ്കിൽ ഫോണിൽ നിന്ന് കളിക്കാതെ മുമ്പിൽ വാ. അതിനാടാ ഞാൻ വന്നത്. എന്നാ വാടാ കൊണക്കാതെ. തിരിഞ്ഞു നോക്കടാ. ഹലോ ഹലോ, ഞാനോട് അക്ഷയ. അക്ഷയ്, നീ ഇന്ന് നാട്ടിലോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് എന്താ എവിടെ എത്തി? ഞാൻ രാവിലെ എത്തി. നാട്ടിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെയല്ലേ നീ പോയത്? എന്താ പറ്റി പെട്ടെന്ന് തിരിച്ചു വരുന്നത്? ഞാൻ എന്തിനു വേണ്ടിയാണ് തിരിച്ചു പോയത്? അതിനുവേണ്ടി തന്നെ തിരിച്ചു വന്നത്. ഓക്കെ, എന്തായാലും നീ വന്നല്ലോ. ഒരു കാര്യം ചെയ്യ്, നീ ഒരു ചായ കുടിച്ച് നിൽക്കാം, ഞാൻ എത്തുമ്പോൾ വിളിക്കാം. ഓക്കെ 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 ഓക്കെ. ചേച്ചി ഒരു ചായ വേണേ. മോനെ, ആ ഫോൺ തരുമോ? അത്യാവശ്യമായിട്ടൊരു കോൾ വിളിക്കാനുണ്ടായിരുന്നു. മൊബൈൽ ചാർജില്ലാതെ ഓഫായി പോയി, അതുകൊണ്ടാണ്. പ്ലീസ് ഫോൺ തരുമോ? ഹലോ. എടാ ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം. എൻ്റെ ഫോൺ ഓഫായി പോകുന്നതാണ്. ഞാൻ ചാർജ് ചെയ്തിട്ട് ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം. ശരി ശരി ശരി, ഞാൻ പറയാം. ശരി, ഓക്കെ. ഓക്കെ, വളരെ ഉപകാരം കേട്ടോ മോനെ. ശരി ശരി എന്നാൽ ഓക്കെ. എവിടെയോ കണ്ടു. ഹലോ. എടാ എടാ ഞാൻ അയാളെ കണ്ടടാ. എടാ ഞാൻ പറയാറില്ലേ സ്വപ്നത്തിൽ കണ്ട ആളെ. ഞാൻ എപ്പോഴും പറയാറില്ല നശിച്ച സ്വപ്നത്തിനെ പറ്റി. എടാ ഞാൻ ഇപ്പൊ കണ്ടടാ, ഇവിടെ വെച്ച് കണ്ടടാ അയാളെ. ഇല്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ ഇവിടെ വെച്ച് അയാളെ കണ്ടു. എന്നെ ആരും ഫോളോ ചെയ്യുന്നുണ്ടോടാ? എടാ ഞാൻ പറഞ്ഞിട്ടില്ല നശിച്ച ദിവസത്തിനെ പറ്റി. എടാ ഞാൻ പറയുന്നൊന്നും കേക്കടാ. ശരിയാകത്തില്ലടാ, ശരിയാകത്തില്ല. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. വേണ്ട വേണ്ട ഇന്നത്തേക്കല്ല കൈനീട്ടം ഒരു ലോട്ട് എടുത്ത് വേണ്ട. ലോട്ടൊന്നും വേണ്ട, പിള്ളേരല്ലേ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. അറിയാലോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഞാനാ. അതൊന്നും നീ പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയാടാ? ശരിയാകത്തില്ലടാ. എടാ എബി, ഈ ബ്രേക്കപ്പ് താങ്ങത്തില്ലടാ. നീ ഒന്ന് പറയുന്ന കേക്ക്. ഞാൻ എന്തുവാ കേൾക്കേണ്ടത്? എടാ നിനക്ക് അറിയാലോ അവളുടെ അവസ്ഥ. നീ സംസാരിക്കുന്ന നിന്റെ പെങ്ങൾക്ക് വേണ്ടിയാ, പക്ഷെ അവള് ജീവിക്കേണ്ടത് എന്റെ കൂടെയാ. ശരിയാകത്തില്ലടാ. ശരിയാകത്തോണ്ടല്ലേ ഞാൻ പറഞ്ഞത്. എടാ എടാ ഹെബി ഒന്ന് നിന്നേ. അവളൊന്ന് ചിരിച്ചിട്ട് എത്ര നാളായെന്നറിയാവൂ. എടാ അവൾ റൂം അവിടെ ചാരിടും വേണ്ട, ഒറ്റയിരിപ്പ. നീ പറയുന്നൊന്നും മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ, ഇതായതുകൊണ്ട് പറഞ്ഞാറി എനിക്ക് വീണ്ടും വീണ്ടും പറയാൻ മേല. മനസ്സമാധാനം പോയോണ്ടല്ലോ ബ്രേക്കപ്പ് ആയ. ഇതിപ്പോ അതിനേക്കാളും വലിയ ശല്യായി.
എടാ എനിക്ക് നല്ല പേടിയുണ്ട്. അക്ഷയ്, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നീ ഇത് പറയാറുണ്ട്, ഒരാൾ വന്നു പേടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്റെ ശബ്ദത്തിൽ ഒരാൾ നിന്നെ വിളിച്ചെന്നോ ശല്യപ്പെടുത്തുന്നോ പേടിപ്പിച്ചെന്നൊക്കെ ഇതുപോലെ നീ പല സ്വപ്നവും നീ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇത് തന്നെ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തോന്നുന്നായിരിക്കും അക്ഷയ്. നീ ചുമ്മാ അതും പറയാതെ നീ ഒരു കാര്യം ചെയ്യ്, എന്നെ വെയിറ്റ് ചെയ്യണ്ട. നീ നേരെ വീട്ടിലോട്ട് ചെല്ല്. താക്കോലിരിക്കുന്ന സ്ഥലത്തൊന്നും ഒരു മാറ്റവും ഇല്ല. ഞാൻ കുറച്ച് ഫുഡും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങോട്ട് എത്തിയേക്കാം. ഒന്ന് റിലാക്സ് ആയി തീരുന്ന പ്രശ്നം നിനക്കുള്ളൂ. ഓക്കെ, നീ ഒന്ന് കൂൾ ഡൗൺ ആകും. ഓക്കെ, നമുക്ക് കാണാം. ഞാൻ വിളിച്ചോളാം. ശരിയാ, നമുക്ക് കാണാം. ശരി. അന്ന് സാറിൻ്റെ അനിയൻ സംഭവിച്ചത് വെറും ഒരു വാഹനാപകടമല്ലായിരുന്നു. എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. പിന്നീട് ആ അപകടം നടന്ന സ്ഥലത്ത് ഞാൻ സാറിനെ പലതവണ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് മിണ്ടിയ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞത്. എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു സാർ, അത് വെറും അപകടമായിട്ട് തോന്നിയില്ല സാർ. അന്ന് അത് ആരോടും പറയായിരുന്നത് കേസിലോ പ്രശ്നത്തിലോ വല്ലതും പെട്ടുകഴിഞ്ഞാൽ പാവപ്പെട്ടനായ ഞാൻ എന്ത് ചെയ്യണം സാർ? അന്ന് ആ അനിയന് സംഭവിച്ചത് വെറും ഒരു അപകടമല്ലായിരുന്നു സാർ. ആ മുഖം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സാർ. ഹലോ. ഹലോ, നീ എത്തിയോ? ആ എത്തി. ആ, താക്കോലൊക്കെ കണ്ടല്ലോ. ശരി. ഓക്കെ, അപ്പൊ നീ ഒന്ന് റെസ്റ്റ് എടുക്ക്. ആയടാ, പിന്നെ ഒരു കാര്യം, അന്നത്തെ സംഭവത്തിന് ശേഷം ആ പയ്യനെ കുറിച്ച് അന്വേഷിച്ചായിരുന്നു. അവൻ ആകെയുള്ള ഒരു ചേട്ടൻ മാത്രമാണ്. അനിയന്റെ മരണത്തിന് ശേഷം പുള്ളിക്ക് മാനസികമായ എന്തോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറച്ചാൾ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആയിരുന്നു. അവര് നാട് വിട്ടു പോകുന്നതാണ് ഞാൻ അറിയുന്നത്. ഞാൻ കാരണം വെറുതെ. നീ അങ്ങനെ പറയാതെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ആരും നിന്നെ തിരക്കി വരാനില്ല എന്നാ പറയാൻ വന്നത്. ശരിടാ, എനിക്ക് ഒന്ന് രണ്ട് പേരെ വിളിക്കാനുണ്ട്. നീ അത് ഫ്രഷ് ആയിട്ടിരിക്കും. ആയിക്കോട്ടെ, കാര്യങ്ങളായിട്ട് ഞാൻ അങ്ങോട്ട് വന്നു. ശരി, നന്ദി. നീ വന്നാലേ 2 ബീർ ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും അത്യാവശ്യ സാധനം വാങ്ങിക്കോണ്ടെങ്കിൽ നീ മെസ്സേജ് ഇട്ട് കേട്ടോ. ഓക്കെ, ശരി, വിളിക്കാം. ശരിടാ. നമ്മുടെ ഈ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഒരു കഥ പറഞ്ഞാലോ? നീ അത് കേൾക്കണം, കേട്ടേ പറ്റൂ, കേൾക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു ചെറിയ സന്തുഷ്ട കുടുംബം, ഒരച്ഛൻ, ഒരമ്മ, 2 കുട്ടികൾ, ഒരു ചേട്ടൻ, ഒരു കുഞ്ഞനുജൻ. ഓക്കെ, ഇവരിങ്ങനെ സന്തോഷമായിട്ട് അവരുടെ കുടുംബം ഇങ്ങനെ ജീവിച്ച് സന്തോഷമായിട്ട് ഇങ്ങനെ പോവായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ്. എന്നാലേ അച്ഛനും പോയി, അമ്മയും പോയി. വല്ലാത്തൊരവസ്ഥ. പിന്നെ അവർക്ക് ആരുണ്ട്? ആരുമില്ല. ജീവിക്കാതിരിക്കാൻ പറ്റുമോ? ആ ചേട്ടൻ ആ കുഞ്ഞനുജനെ വളർത്തി വലുതാക്കി.
അവർ തമ്മിൽ തിക്ക് ഫ്രണ്ട്സുമായി. എന്തും പറയാനുള്ള ഫ്രണ്ട്സ്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തും പറയാം. അത് വേറെ സെറ്റപ്പാണ്. അങ്ങനെ ആയിരുന്നു അവർ. പക്ഷെ ഒരു ദിവസം അനിയൻ ചെറുക്കനൊരു പ്രശ്നമുണ്ടായി. പ്രശ്നമല്ല, ആള് മരിച്ചുപോയി. ചേട്ടൻ ഒറ്റയ്ക്കായി. മരിച്ചതല്ല, കൊന്നതാ. ചേട്ടാ പക്ഷെ ചേട്ടൻ ബുദ്ധിമാനാ. അവനെ തപ്പി തപ്പി കുറെ കഷ്ടപ്പെട്ടെ കണ്ടുപിടിച്ചു. ആ ചേട്ടനായി വെറുതെ വിടാൻ പറ്റുമോ? സ്വന്തം അനിയനെ കൊന്നവനല്ലേ. വെറുതെ വിടാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. പക്ഷെ ആ ചേട്ടൻ ഒരുപാട് വിഷമിച്ച് കാണും അല്ലേ? ഒരുപാട് വിഷമിച്ച് കാണും. അല്ല നല്ലപോലെ വിഷമിച്ചു. അങ്ങനെ ആയിരുന്നേ അവർ തമ്മിലുള്ളൊരു ബന്ധേ. എന്നാ പറയാനാ, ഒരുപാട് വിഷമിച്ചു. ചേട്ടാ ചെറുക്കനെ കൊണ്ടോട് ഞാൻ പറയുന്നത് അതങ്ങനെ സംഭവിച്ചു. ചേട്ടാ കൊല്ലരുത് ചേട്ടാ കൊല്ലരുത് ചേട്ടാ. ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ പറയുന്നത് കൊല്ലല്ലേ ഞാൻ പ്രതീക്ഷിച്ച എനിക്കിത് വേണം.
ഞാൻ അറിഞ്ഞോട്ട് ചെയ്തതല്ല. എനിക്കൊരു കയ്യബദ്ധം മരിക്കണമെന്ന് വിചാരിച്ചു ചെയ്തതല്ല. എന്റെ ചെറുക്കനെ കൊന്നിട്ട് നീ പറഞ്ഞ അവല്ലാതെ ഞാനെന്തിനാണ് അടിച്ചു ജീവിക്കുന്നത്? എനിക്കിത് പ്രതികാരമായിട്ട് തോന്നുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ ഒരു കടമയായിട്ടാണ് എനിക്ക് തോന്നിയത്.